2006 ബിന്ദു, 2012 ഐഷ, 2020 സിന്ധു, 2024 ജൈനമ്മ. ചേർത്തലയിലെ തിരോധാന കേസുമായി ബന്ധപ്പെട്ട ഓരോ ദിവസം കഴിയുന്തോറും പുതിയ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഈ പട്ടിക നീളുമോ? കേസുമായി ബന്ധപ്പെട്ട് പ്രതി എന്ന് സംശയിക്കുന്ന സെബാസ്റ്റ്യനെ ആലപ്പുഴ ചേർത്തലയിലുള്ള വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ്. സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്നും വീണ്ടും അസ്ഥികൾ കണ്ടെത്തിയിരുന്നു. വീടിന്റെ പരിസരത്ത് പോലീസ് നടത്തിയ പരിശോധനയിലാണ് 60-ലേറെ അസ്ഥികൾ കണ്ടെടുത്തത്. മാത്രമല്ല, ശുചിമുറിയിൽ രക്തക്കറയും കണ്ടെത്തിയിരിക്കുകയാണ്. അസ്ഥികൾക്ക് 6 വർഷത്തെയെങ്കിലും പഴക്കമുണ്ടാകാമെന്നാണ് പ്രാഥമികമായ നിഗമനം. വീട്ടുവളപ്പിലെ കുളം വറ്റിച്ച് നടത്തിയ പരിശോധനയിൽ 2 വസ്ത്രങ്ങളും ബാഗും ഒരു കൊന്തയും കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കിട്ടിയ അസ്ഥിഭാഗങ്ങളും ഇന്നലെ കിട്ടിയതും രണ്ടും ഒരാളുടേത് തന്നെയാണോ എന്നത് DNA പരിശോധനയ്ക്ക് ശേഷമേ വ്യക്തമാവുകയുള്ളൂ. കഴിഞ്ഞ വർഷം കാണാതായ ജൈനമ്മയുടെ അസ്ഥികളാകാം കണ്ടെത്തിയത് എന്ന് ക്രൈംബ്രാഞ്ച് ആദ്യഘട്ടത്തിൽ സംശയിച്ചിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം കിട്ടിയ അസ്ഥിഭാഗങ്ങൾ 6 വർഷത്തെയെങ്കിലും പഴക്കമുണ്ട് എന്നാണ് പ്രാഥമികമായ പരിശോധനയിൽ തെളിഞ്ഞിരിക്കുന്നത്. അന്വേഷണ സംഘത്തോട് സെബാസ്റ്റ്യൻ സഹകരിക്കുന്നില്ല എന്നതും ഈ കേസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. കഡാവർ നായകളെ എത്തിച്ചാണ് സെബാസ്റ്റ്യന്റെ വീട്ടിൽ പരിശോധന നടത്തിയത്. ആദ്യഘട്ടത്തിൽ വീടിന്റെ പുറകിലുള്ള ശൗചാലയത്തിലേക്കായിരുന്നു കഡാവർ നായ ഓടിക്കയറിയത്. പിന്നീട് പറമ്പിലുള്ള കുളത്തിനരികിലേക്ക് നായ പോയി. ഇതോടെ കുളത്തിൽ മൃതദേഹം തള്ളി എന്ന സംശയത്തിലാണ് കുളം വറ്റിച്ചുള്ള പരിശോധന നടത്തിയത്. വെള്ളം പൂർണ്ണമായും വറ്റിച്ച് ചെളി JCB ഉപയോഗിച്ച് മാറ്റി പരിശോധിച്ചപ്പോഴാണ് സ്ത്രീകൾ ഉപയോഗിക്കുന്ന ബാഗും കൊന്തയും വസ്ത്രഭാഗങ്ങളും കണ്ടെത്തിയത്. 2.15 ഏക്കർ വരുന്ന സെബാസ്റ്റ്യന്റെ പറമ്പ് കാട് മൂടി കിടക്കുന്ന നിലയിലാണ്. ഇതിൽ 1-ലധികം കുളങ്ങളുണ്ട്. ആഫ്രിക്കൻ മുഷി അടക്കമുള്ള മത്സ്യങ്ങളും കുളത്തിലുണ്ട്. മൃതദേഹങ്ങൾ കുളത്തിൽ തള്ളിയിട്ടുണ്ടോ എന്ന സംശയം ബലപ്പെടാൻ ഇതും ഒരു കാരണമാണ്. 2.5 ഏക്കറോളം വരുന്ന പറമ്പിൽ വിശദമായ പരിശോധനകൾ നടത്താനാണ് പോലീസിന്റെ നീക്കം. പുതുതായി ഗ്രാനൈറ്റ് പാകിയ മുറിയുടെ തറയും തുറന്ന് പരിശോധിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി ഈ കേസുകളിൽ സംശയിക്കുന്ന സെബാസ്റ്റ്യനെ നമുക്ക് പരിചയപ്പെടാം. വസ്തു ഇടപാടുകളിലൂടെ സമ്പന്നനായ സെബാസ്റ്റ്യൻ ഒരു കാലത്ത് പള്ളിപ്പുറത്തുകാർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. 2.5 ഏക്കറിലുള്ള വീട്ടിലാണ് സെബാസ്റ്റ്യൻ താമസിച്ചിരുന്നത്. 2017 ബിന്ദു പത്മനാഭൻ എന്ന സ്ത്രീയെ കാണാനില്ല എന്ന പരാതി വന്നതോടെ നടന്ന അന്വേഷണത്തിലാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്യുന്നത്. പിന്നീട് വസ്തു ഇടപാടുകളിൽ സെബാസ്റ്റ്യൻ നിരവധി പേരെ കബളിപ്പിച്ചതായി പരാതികൾ വന്നു. സ്ത്രീകളുമായി ഇടപെട്ട് അവരുടെ വസ്തുവും പണവും കൈക്കലാക്കുക എന്നുള്ളതാണ് ഇയാളുടെ പ്രധാന ലക്ഷ്യമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഈ കേസിന്റെ തുടക്കം എങ്ങനെയാണ് എന്ന് നോക്കാം. ചേർത്തല കടക്കരപ്പള്ളി ആലുങ്കൽ സ്വദേശിനി ബിന്ദു പത്മനാഭന്റെ തിരോധാനമാണ്. 23 വർഷങ്ങൾക്ക് മുൻപ് കാണാതായ ബിന്ദു പത്മനാഭൻ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ എന്ന് പോലും ആർക്കും അറിയില്ല. ബിന്ദു പത്മനാഭൻ തിരോധാന കേസിലെ മുഖ്യ പ്രതി എന്ന് പോലീസും ക്രൈംബ്രാഞ്ചും സംശയിക്കുന്ന സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്ന് മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയപ്പോഴാണ് വീണ്ടും ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് വാർത്തകളിൽ ഇടം പിടിച്ചത്. കോടീശ്വരിയായിരുന്നു ബിന്ദു. സഹോദരൻ ഉണ്ടായിട്ടും അച്ഛന്റെ സ്വത്തുക്കളുടെ ഏക അവകാശി ബിന്ദു ആയിരുന്നു. എന്നാൽ ഇറ്റലിയിലായിരുന്ന സഹോദരൻ പ്രവീൺ നാട്ടിലെത്തിയപ്പോൾ മനസ്സിലാക്കുന്നത് സഹോദരി സ്വത്തെല്ലാം വിറ്റു എന്നും കഴിഞ്ഞ 3 വർഷമായി ബിന്ദുവിനെ കുറിച്ച് യാതൊരു വിവരമില്ല എന്നുമായിരുന്നു. ഇതോടെയാണ് 2017 പ്രവീൺ സഹോദരിയെ കാണാനില്ല എന്ന് പോലീസിൽ പരാതി നൽകിയത്. 2013 ശേഷം സഹോദരിയെ കുറിച്ച് വിവരങ്ങളില്ല എന്നാണ് പരാതി. 2013 മാവേലിക്കരയിൽ മാതാവിന്റെ സഹോദരിയുടെ വീട്ടിൽ ബിന്ദുവും പള്ളിപ്പുറത്തെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനുമായി എത്തിയെന്നും പിന്നീട് ബിന്ദുവിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല എന്ന് പരാതിയിൽ പറഞ്ഞിരുന്നു. ഇതാണ് സെബാസ്റ്റ്യനെതിരെ ബിന്ദു തിരോധാനവുമായി ബന്ധപ്പെട്ട ആദ്യ തെളിവായിട്ട് വരുന്നത്. അന്വേഷണത്തിൽ അവസാന കാലങ്ങളിൽ സെബാസ്റ്റ്യനോടൊപ്പം ബിന്ദുവിനെ പലരും കണ്ടിട്ടുള്ളതായിട്ട് പറയുന്നു. കാണാതായ ബിന്ദു 2023 മുതൽ സെബാസ്റ്റ്യനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നതായും പലതവണ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ വന്നിട്ടുള്ളതായും കണ്ടെത്തി. അങ്ങനെയാണ് സെബാസ്റ്റ്യനെ 1-ാം പ്രതിയാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ബിന്ദുവിന്റെ പേരിൽ വ്യാജ മുക്തിയാർ ചമച്ച് വസ്തുവിൽപ്പന നടത്തിയതിനും തെളിവ് ലഭിച്ചു.
കുറുപ്പംകുളങ്ങര സ്വദേശിനി മിനിയാണ് ബിന്ദുവിന്റെ പേരിൽ ആൾമാറാട്ടം നടത്തി മുക്തിയാറിൽ ഒപ്പിട്ടത് എന്നും പോലീസ് കണ്ടെത്തി. എറണാകുളത്ത് ബിന്ദുവിന്റെ പേരിലുള്ള കോടികൾ വിലമതിക്കുന്ന വസ്തു ഇവർ വ്യാജമായി വിൽപ്പന നടത്തിയതായും കണ്ടെത്തി. ബിന്ദുവിന്റെ പിതാവിന്റെ പെൻഷൻ തുക 2006 വരെ ബിന്ദു ട്രഷറിയിൽ ഒപ്പിട്ട് വാങ്ങിയതിന് രേഖയുണ്ട്. എന്നാൽ പിന്നീട് വിവരമില്ല. ബിന്ദുവിനെ ഒഴിവാക്കിയതിനു ശേഷമാകാം യഥാർത്ഥ രേഖകളെ വെല്ലുന്ന വ്യാജ രേഖകൾ ചവച്ച് സെബാസ്റ്റ്യൻ ഉൾപ്പെടെയുള്ള പ്രതികൾ ക്രമക്കേട് നടത്തിയത് എന്ന സംശയമുണ്ട്. 2024 ഡിസംബർ 23-നാണ് ജൈനമ്മയെ കാണാതായത്. പാലായിൽ ധ്യാനത്തിന് പോവുകയാണ് എന്ന് പറഞ്ഞാണ് ജൈനമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 4 ദിവസം കഴിഞ്ഞിട്ടും തിരിച്ചെത്താതായതോടെ ഭർത്താവ് അപ്പച്ചനും സഹോദരൻ സാവിയു മാണിയും പോലീസിൽ പരാതി നൽകി. പക്ഷേ അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടായില്ല. തുടർന്ന് ഈ വർഷം ഏപ്രിലിൽ ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുക്കുന്നത്. കാണാതായ ദിവസങ്ങളിൽ ജൈനമ്മയുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ ചേർത്തല പള്ളിപ്പുറത്തായിരുന്നു എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. സമാനമായ മറ്റൊരു തിരോധാന കേസിൽ പ്രതിസ്ഥാനത്തുള്ള സെബാസ്റ്റ്യന്റെ വീട് ഈ പരിസരത്താണ് എന്നറിഞ്ഞ ക്രൈംബ്രാഞ്ച് 2 മാസം മുൻപ് സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തു. വിശദമായ പരിശോധനയിൽ ജൈനമ്മയെ കാണാതായ ദിവസങ്ങളിൽ ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ ഒരേ ടവറിന്റെ പരിധിയിൽ ഉണ്ടായിരുന്നതായി കണ്ടെത്തി. സെബാസ്റ്റ്യനും ജൈനമ്മയും തമ്മിലുള്ള ഫോൺ കോൾ രേഖകൾ കൂടി പരിശോധിച്ചതോടെയാണ് ക്രൈംബ്രാഞ്ച് സെബാസ്റ്റ്യനെ വീണ്ടും വിശദമായി ചോദ്യം ചെയ്തത്. ചേർത്തല വാരനാട് സ്വദേശി ഐഷയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യന്റെ പങ്ക് വെളിപ്പെടുത്തിയത് ചേർത്തല നഗരസഭ ശാസ്താംകവല സ്വദേശിനി റോസമ്മയാണ്. കാണാതായ ഐഷയുടെ അയൽക്കാരിയാണ് റോസമ്മ. കാണാതാകുന്ന സമയത്ത് ഐഷയും സെബാസ്റ്റ്യനും അടുത്ത ബന്ധത്തിലായിരുന്നു. സ്ഥലം വാങ്ങാനായി കരുതി വെച്ചിരുന്ന പണമടക്കം ഇവരുടെ കൈവശം ഉണ്ടായിരുന്നതായും ഇത് സെബാസ്റ്റ്യൻ തട്ടിയെടുത്തിട്ടുണ്ടാകാമെന്നാണ് റോസമ്മ മൊഴി നൽകിയത്. ഐഷയെ കാണാതായ ശേഷം പലപ്പോഴായി ഇവരുടെ ഫോണിൽ നിന്ന് തന്റെ ഫോണിലേക്ക് കോളുകൾ വന്നുകൊണ്ടിരുന്നു. ഫോൺ എടുത്താൽ മറുപടി ഉണ്ടാകാറില്ല എന്നും തിരിച്ചു വിളിച്ചാൽ എടുക്കാറില്ല എന്നും റോസമ്മ പറയുന്നുണ്ട്. അതേസമയം തന്നെയും വിവാഹം കഴിക്കാൻ സെബാസ്റ്റ്യൻ സമീപിച്ചിരുന്നതായി റോസമ്മ പറയുന്നുണ്ട്. ഒറ്റയ്ക്ക് താമസിക്കുന്ന തന്റെ സ്വത്ത് ലക്ഷ്യമിട്ടാണ് സെബാസ്റ്റ്യൻ വിവാഹാലോചന നടത്തിയത്. ബന്ധുക്കളെ വിവരം അറിയിക്കുമെന്ന് പറഞ്ഞ ശേഷം ഇയാൾ പിന്നീട് എത്തിയിട്ടില്ല എന്നും റോസമ്മ പറയുന്നു. അടുത്തത് സിന്ധു ആണ്. ചേർത്തലയിൽ നിന്ന് 5 വർഷം മുൻപ് കാണാതായ സിന്ധുവിന്റെ കേസ് സെബാസ്റ്റ്യൻ കുടുങ്ങിയതോടെയാണ് വീണ്ടും അന്വേഷിക്കുന്നത്. 2020 ഒക്ടോബർ 19-നാണ് ചേർത്തലയിൽ നിന്ന് സിന്ധുവിനെ കാണാതായത്. തെളിവുകളില്ലാത്തത് കൊണ്ട് 2023-ൽ ആർത്തുങ്കൽ പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചിരുന്നു. അമ്പലത്തിൽ പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് സിന്ധു ഇറങ്ങിയത്. എന്നാൽ പിന്നീട് സിന്ധു തിരിച്ചു വന്നില്ല. 3 സ്ത്രീകളെ കാണാതായ കേസിന് സമാനമായ സാഹചര്യങ്ങൾ സിന്ധു തിരോധാന കേസിലും ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഭർത്താവുമായി പിണങ്ങി ഏറെ നാളായി മാറി താമസിച്ചു വരികയായിരുന്നു സിന്ധു. മകളുടെ കല്യാണ നിശ്ചയത്തിന് 2 ദിവസം മുൻപാണ് സിന്ധുവിനെ കാണാതായത്. ധർമ്മസ്ഥല വിവാദത്തിന് സമാനമാണ് പള്ളിപ്പുറത്തെ കേസും എന്നാണ് പോലീസ് സംശയിക്കുന്നത്. സെബാസ്റ്റ്യൻ ഒരു സീരിയൽ കില്ലർ ആകാമെന്ന സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. കൂടുതൽ തെളിവുകൾ ലഭിച്ച് ശാസ്ത്രീയ പരിശോധനകൾ നടത്തിയാലേ കേസിലെ ചുരുളഴിയുകയുള്ളൂ.